ഓൺലൈൻ ഗെയിമിന് അടിമയായ സ്കൂൾ ഓഫീസ് ജീവനക്കാരനായ യുവാവ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചു. പത്തനാപുരം മൗണ്ട് താബോർ സ്കൂളിലെ ജീവനക്കാരൻ മലപ്പുറം പോത്തുകൽ സ്വദേശിയാണ് സ്വകാര്യ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചത്. മലപ്പുറം മുതുകുളം ഈട്ടിക്കൽ ഹൗസിൽ 27 വയസ്സുള്ള ടോണി കെ തോമസ് ആണ് തൂങ്ങി മരിച്ചത്. ടോണി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ സഹോദരനാണ്. എനിക്ക് ടോണിയെ കഴിഞ്ഞ 10 വർഷമായിട്ട് അറിയാം. നല്ല ആക്റ്റീവ് പയ്യനായിരുന്നു. എൻ്റെ അപ്പൻ സർവീസ് ഇരിക്കുവാണ് മരിച്ചത്. അത് കഴിഞ്ഞ ശേഷം പുള്ളി മരിച്ചിട്ട് 3 വർഷമായി. അപ്പം എനിക്ക് അപ്പൻ മരിച്ചതിന് വർഷങ്ങളായപ്പോഴത്തേക്ക് ഏതൊരു കൂട്ടുകാരൻ പറഞ്ഞു പൈസ അന്ന് ജോലിയിലേക്ക് സമയമാണ്ട് പൈസ ഇല്ലാത്ത പുള്ളി ആരോ കൂട്ടുകാരുണ്ട് മൊബൈലിൽ ഗെയിമുണ്ട് പൈസ കളിച്ചപ്പെട്ടെന്ന് പറഞ്ഞപ്പം ഇപ്പം ഞങ്ങൾ പേപ്പർ എഴുതിക്കുന്നുണ്ട്. ആദ്യം ഗെയിം കളിച്ചപ്പോൾ 4500 രൂപ കിട്ടിയിരുന്നു. പിന്നെ പുള്ളിയെ ഗെയിമിന് അഡിക്റ്റായി. പിന്നെ വീട്ടുകാരിൽ നിന്നെല്ലാം പൈസ ഒക്കെ മേടിച്ചു. വീട്ടുകാരിൽ നിന്ന് എല്ലാവരെയും പൈസ ഒക്കെ മേടിക്കാൻ തുടങ്ങി. അങ്ങനോട് സ്കൂളിൽ ജോലിക്ക് കയറിയ സമയത്ത് ഇവിടെയുള്ള ടീച്ചർമാരോടൊക്കെ പൈസ ചോദിച്ചു. എല്ലാവരും അറിഞ്ഞു. വീട്ടുകാരറിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് അവൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഞങ്ങളിവിടെ വന്നു. പുള്ളി അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കൗൺസിലിംഗ് കൊടുത്തപ്പോൾ എല്ലാം 3 മാസത്തോളം പുള്ളി ലീവിലായിരുന്നു. അത് കഴിഞ്ഞൊരു 1 മാസം ഒരാഴ്ചയോളം പുള്ളി ഇങ്ങോട്ട് വീണ്ടും ജോലി കയറിയിട്ട് അന്നേരം വീട്ടിൽ നിന്നൊരു ചെറിയ ഫോണാണ് ഞങ്ങൾ കൊടുത്തു വിട്ടത്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അവന് ഇവിടെ വന്നിട്ട് ആരോടോ കടം മേടിച്ചിട്ട് വീണ്ടും ഒരു ഫോൺ മേടിച്ചിട്ടുണ്ട്. വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയായിരുന്നു. അതിന് അവനെ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് വന്നായിരുന്നു. മാമോദിസയ്ക്ക് കൂടി അന്ന് വൈകിട്ട് ഇവിടെ തിരിച്ചു വന്നു. ഇന്നലെ വൈകിട്ട് ഞങ്ങളെല്ലാം വിളിച്ചായിരുന്നു. അപ്പം വയനാട്ടിൽ ഒരു കല്യാണമുണ്ട്, ആ കല്യാണത്തിന് പോകണം. എനിക്ക് 2500 രൂപ വേണമെന്ന് ഇന്നലെയും ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വന്നത് അപ്പോൾ അവൻ്റെ അമ്മയോട് അന്വേഷിച്ചപ്പം അമ്മ പറഞ്ഞു വേണ്ട, കൊടുക്കേണ്ട, കല്യാണത്തിന് കൊടുക്കേണ്ട. ടോണി രാവിലെ എത്തിയാണ് പതിവായി സ്കൂൾ തുറന്നിരുന്നത്. എന്നാൽ രാവിലെ സമയം കഴിഞ്ഞിട്ടും സ്കൂളിന്റെ പ്രധാന കവാടം അടച്ചിട്ടിരിക്കുന്നത് കണ്ട് മറ്റു ജീവനക്കാർ ടോണിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ടോണി ഫോൺ എടുത്തിരുന്നില്ല. ഇതേ തുടർന്ന് സഹപ്രവർത്തകർ ടോണി താമസിക്കുന്ന പത്തനാപുരം ടൗണിലെ ഫ്ളാറ്റിലെത്തി നോക്കിയപ്പോൾ റൂം അകത്തുനിന്നും പൂട്ടിയിരിക്കുന്നതായാണ് കണ്ടത്. പിന്നീട് ഫ്ളാറ്റ് ഉടമയിൽ നിന്നും മറ്റൊരു താക്കോൽ വാങ്ങി റൂം തുറന്നപ്പോഴാണ് ടോണി മുറിയിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നത് കാണുന്നത്. 2 വർഷമായി ടോണി ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നു. 6 മാസം മുൻപ് വീട്ടുകാരിടപെട്ട് ടോണിക്ക് കൗൺസിലിംഗ് നൽകിയിരുന്നു. ഓൺലൈൻ കളിക്കാതിരിക്കാൻ ടോണി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൻഡ്രോയിഡ് ഫോൺ വീട്ടുകാർ വാങ്ങിവെച്ച് ചെറിയ ഫോൺ നൽകിയിരുന്നു. എന്നാൽ പത്തനാപുരത്ത് എത്തിയ ശേഷം സുഹൃത്തുക്കളിൽ നിന്നും പണം കടം വാങ്ങി ടോണി പുതിയ ഫോൺ വാങ്ങി വീണ്ടും ഗെയിം കളി ആരംഭിച്ചു. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെയായി ടോണി പണം കടം വാങ്ങിയാണ് ഓൺലൈൻ ഗെയിമിൽ പങ്കെടുത്തിരുന്നത്. ഓൺലൈൻ ഗെയിമിലൂടെ വലിയ സാമ്പത്തിക ബാധ്യത ടോണി ഉണ്ടാക്കിയതായും ബന്ധുക്കൾ പറഞ്ഞു. ഇതിൽ മനം നൊന്താകാം ആത്മഹത്യയെന്നും കരുതുന്നു. നിയമ നടപടികൾക്ക് ശേഷം പോലീസ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് കേരളം, കൊല്ലം.